നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നാം ശ്രമിച്ചാൽ നമുക്കത് അതിന് സാധ്യമാവുകയില്ല. അത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് അല്ലാഹു ചെയ്തിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന് നമ്മളെ ഈ ദുനിയാവിൽ എല്ലാ സൗകര്യങ്ങളും ഓരോരുത്തർക്കും യോജിച്ച രൂപത്തിൽ തന്ന് നമ്മളെ പോറ്റി വളർത്തുന്നത് എന്തിനാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമാക്കി നമ്മളോട് പറയുന്നുണ്ട്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിന് ആരാധന സമർപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഒരു സംശയം അതിലുണ്ടാകും. നമ്മുടെ ജോലി, നമ്മുടെ പഠനം, നമ്മുടെ എൻജോയ്മെൻറ്റ്, നമ്മുടെ കളി, നമ്മുടെ ഭക്ഷണം കഴിക്കൽ, മറ്റു പ്രാഥമിക ആവശ്യങ്ങൾ, അങ്ങനെ ജീവിതത്തിൻ്റെ നിഖില മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും അവർക്ക് സാമൂഹികമായി ഇടപെടണം, രാഷ്ട്രീയമായി ഇടപെടണം, കുടുംബപരമായിട്ട് ഇടപെടണം. ഇതിനൊക്കെ ഈ സമയങ്ങൾ മാറ്റിവെക്കുമ്പോൾ എല്ലാ സമയത്തും ഇബാദത്ത് മാത്രമായി മുഴുകുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കാൻ നമുക്ക് പറഞ്ഞു തന്നൊരു വഴിയുണ്ട്. അതായത് നമ്മളെ നിശ്ചലനങ്ങൾ, നമ്മളെ നടത്തം, നമ്മളെ ഇരുത്തം, നമ്മളെ ചിന്ത, നമ്മളെ നോട്ടം, നമ്മളെ എല്ലാം അതൊക്കെ ഇബാദത്താക്കി മാറ്റാൻ ഒരു വഴി പറഞ്ഞിരുന്നുണ്ട്. ആ വഴിയാണ് ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ആദ്യം ഉദ്ധരിച്ച ഹദീസ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് അമലും സ്വീകരിക്കപ്പെടുന്ന നെയ്യത്ത് കൊണ്ടാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നെയ്യത്ത് വേണം, സക്കാത്ത് കൊടുക്കുമ്പോൾ നെയ്യത്ത് വേണം, ലക്ഷങ്ങൾ മുടക്കി ഹജ്ജിന് പോകുമ്പോഴും നെയ്യത്ത് വേണം. ഈ നെയ്യത്തില്ലെങ്കിൽ ഒന്നുമില്ല. പഴമക്കാർ പറയാനുള്ള നെയ്യത്ത് നന്നാൽ മയ്യത്ത് നന്നായി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നെയ്യത്ത് നന്നാക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഏത് കാര്യത്തിനും, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, നമ്മൾ എവിടെ പോകുമ്പോഴും ഓരോന്നിനും ഇസ്ലാം നിർദ്ദേശിച്ച നെയ്യത്തുകൾ ഉണ്ടെങ്കിൽ അത് മതി. അതല്ല എങ്കിൽ ഇബാദത്താക്കി മാറ്റാം. ഭക്ഷണം കഴിക്കുക, വസ്ത്രം ധരിക്കുക, ജോലിക്ക് പോകുക, വാഹനം ഓടിക്കുക, അവിടെയൊക്കെ ഒരു നെയ്യത്ത് മഹത്തുക്കൾ പറഞ്ഞിരുന്നു. അതെല്ലാവരും ജീവിതത്തിൽ പകർത്താം. നവൈതു മാനവാബിഹി അബാദിക സ്വാലിഹൂൻ. സ്വാലിഹീങ്ങൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം കൊണ്ട് എന്താണോ കരുതിയത് അത് ഞാൻ നെയ്യത്ത് വെക്കുന്നു അല്ലാഹ് എന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങിയാൽ അതൊക്കെ ഇബാദത്തായി മാറും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.